അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ, നമ്മുടെ കൈകളിൽ കാണുന്ന നഖമുണ്ടല്ലോ, നമ്മുടെ വിരലുകളിൽ കാണുന്ന നഖമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ആരെങ്കിലും നഖം മുറിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അവന്റെ സംരക്ഷിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല പ്രയാസങ്ങൾ കൊടുക്കൂല. ഈ വെള്ളിയാഴ്ച അഥവാ നാളത്തെ ദിവസം നമ്മൾ രാവിലെ നമ്മൾ നേരത്തെ നഖം മുറിച്ചു, എന്നാൽ അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീ സംരക്ഷിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. അതേപോലെ തന്നെ വീണ്ടും അവിടെ നിന്ന് പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ വെള്ളിയാഴ്ച നഖം മുറിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് രോഗങ്ങളെ പുറന്തള്ളി ശമനത്തെ കൊടുക്കുമെന്ന്, അവന്റെ ജീവിതത്തിലേക്ക് ശമനങ്ങളെ നിക്ഷേപിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവേ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ശരീരത്തിനകത്തുള്ള രോഗങ്ങളുണ്ടല്ലോ, പക്ഷെ ഇതൊക്കെ എന്താകണം, മനസ്സിനകത്ത് നല്ല നെയ്യത്തോട് കൂടി ഞാനൊന്ന് കാണിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, ഞാനൊന്ന് കാട്ടി നോക്കട്ടെ ഇതൊക്കെ നടക്കോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ട, ചെയ്യേണ്ട രൂപം എന്ന് പറയുന്നത് പഠിച്ചോനെ ഇന്നത്തെ ദിവസത്തിൽ എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്, എന്റെ ജീവിതത്തിൽ പകർത്തുകയാണ് എന്ന നല്ല നിയ്യത്തോട് കൂടി എന്റെ പ്രിയമുള്ളവരെ ചെയ്യും. എന്നാൽ അല്ലാഹു തആല ഇത് നിനക്ക് തരും. അതേപോലെ തന്നെ ഇന്ന് വ്യാഴാഴ്ച ദിവസം അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ നമ്മുടെ മുമ്പിലുള്ളവർ ശ്രദ്ധിച്ചോളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ദാരിദ്ര്യത്തിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ, അന്ധതയിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ, വെള്ളപ്പാണ്ടിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ, ഭ്രാന്ത് പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന്, നിന്റെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന്, ഭ്രാന്തിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ എന്നീ പ്രയാസങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, എന്നീ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് അസ്റിന്റെ ശേഷം ഈ വ്യാഴാഴ്ച ദിവസത്തിലെ അസ്റിന്റെ ശേഷം നിങ്ങൾ നഖം മുറിച്ചോ, നിങ്ങളുടെ കൈകളിലുള്ള നഖത്തെ നിങ്ങൾ മുറിച്ച് കളയുക എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്തൊക്കെ മാറുന്ന പറഞ്ഞത്, നിന്റെ ദാരിദ്ര്യം അല്ലാഹു തആല മാറ്റിത്തരും, അന്ധത അല്ലാഹു തആല മാറ്റിത്തരും, വെള്ളപ്പാണ്ട് അല്ലാഹു തആല മാറ്റിത്തരും, അതേപോലെ തന്നെ ഭ്രാന്ത് അല്ലാഹു തആല മാറ്റിത്തരും, മനസ്സിന്റെ സമ്മർദ്ദം, വല്ലാത്ത പ്രയാസം, ടെൻഷൻ അല്ലാഹു തആല മാറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ വീണ്ടും സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നതാ ഒരിക്കലും പഠിച്ചവനെ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു വ്യാഴാഴ്ച നഖം മുറിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് പറയുകയാണ്, നാളെ വെള്ളിയാഴ്ചയല്ലേ, നാളെ വെള്ളിയാഴ്ചയല്ലേ? മറുപടി പറയാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു, സുന്നത്തുകൾ പിന്തിപ്പിക്കരുത്, ഒരിക്കലും തന്നെ സുന്നത്തുകളെ പിന്തിപ്പിക്കാൻ പാടില്ല. ഒരു സുന്നത്തങ്ങട് അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയണം. ദുഹന്റെ സമയം കഴിഞ്ഞു, വണ്ടിട്ട് ആ സമയം കഴിയണതിന്റെ മുമ്പ് തന്നെ നമ്മൾ കാത്തു നിൽക്കണം. നമ്മൾ ദുഹന്റെ സമയത്ത് പറഞ്ഞ അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകണം. നമ്മുടെ കയ്യിലും നമ്മുടെ കാലിലൊക്കെ നഖം നമ്മൾ മുറിക്കണം. ഈ നല്ല നിയ്യത്ത് വെച്ചോ, എന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരണമെന്ന് നല്ല നിയ്യത്ത് നീ വെച്ചിട്ട് ഈ അമലുകൾ നീ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ജീവിതത്തിൽ നിനക്ക് ഖൈറും ബറക്കത്തും അല്ലാഹു തആല നൽകും.
നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ചെയ്തോളൂ. അല്ലാഹു തആല നന്മ നൽകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാളെ വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച രാവാ, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ രാത്രി ആരെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഇന്നത്തെ രാത്രി അല്ലാഹുവിനോട് എന്ത് തന്നെ ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ വേണ്ടി കാത്തിരിക്കുക. ഈ വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്തുള്ള രാത്രി അല്ലാഹു നമുക്ക് നൽകട്ടെ. അതേപോലെ തന്നെ ഇന്നത്തെ രാത്രി ആരെങ്കിലും ഹയാത്താക്കിക്കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ എൻ്റെ പ്രിയമുള്ളവരെ അവന്റെ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അവന്റെ ജീവിതത്തിലുള്ള ഓരോ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ തെറ്റിൽ നിന്ന് അല്ലാഹു തആല മാറ്റി നിർത്തപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.